ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം സ്നേഹമാണോ സമാധാനമാണോ? ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ട്. സ്നേഹത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറ്റൂല, സ്നേഹത്തിന് വെറുപ്പിക്കാൻ വേണ്ടി പറ്റൂല. സ്നേഹം വേദനിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ സ്നേഹമല്ല, സ്നേഹം കുറയുന്നിടത്താണ് വേദന വരുന്നത്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് മുറിവ് തന്നിട്ടുണ്ട്, അതെന്നെ പാകപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, ഞാൻ മുറിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്ന സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ഞാൻ ലീഡ് ചെയ്ത്, അതായത് ലൈഫിനെ കുറച്ചും കൂടി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എനിക്ക് ജീവിതത്തിൽ അങ്ങനെ നോക്കിക്കാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എന്നെ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഓക്കെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്നുള്ള തരത്തിലേക്ക് മാത്രമാണ് ഞാൻ കാണുന്നത്. ഈവൻ എനിക്ക് അബ്യൂസ് കിട്ടിയിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങളെ കണ്ട് ഇന്നൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പാരൻസ് ഇല്ലാത്തവരെന്നുള്ള രീതിയിലേക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നു? ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു 5 സ്റ്റാർ ലെവലിലേക്ക് എനിക്കൊരു ഓർഫനേജും ഒരു ഓൾഡ് ഏജ് ഹോം എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ സ്വപ്നങ്ങൾ എനിക്കൊരു സ്കൂൾ, എനിക്കൊരു പുതിയൊരു വേൾഡ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എനിക്കൊരു പുതിയൊരു ലോകം എനിക്കിവിടെ കാണിച്ചു കൊടുക്കണം. അപ്പം ഈ ഓർഫനേജ് എന്നൊക്കെ പറയുന്നത് 5 സ്റ്റാർ, അവർക്ക് ഒരു ഉമ്മ അവർക്ക് മിസ്സായി പോയിന്ന് തോന്നൽ പോലും ഇല്ലാത്ത വിധത്തിലേക്ക് എല്ലാ ഫെസിലിറ്റീസും എഡ്യൂക്കേഷൻസും ട്രെയിനിങ്ങും ഇവൻ എല്ലാ തരത്തിലേക്കും ഒരു കുറവില്ലാത്ത ഒരു ലെവലിലേക്ക് വളർത്തുന്ന വിധത്തിലേക്കുള്ള ഒരു സംഭവം എനിക്ക് തുടങ്ങണം എന്നുള്ളത് അൾട്ടിമേറ്റ് ഡ്രീം. അത് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം സ്നേഹമാണോ സമാധാനമാണോ? ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ട്. സ്നേഹത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറ്റൂല, സ്നേഹത്തിന് വെറുപ്പിക്കാൻ വേണ്ടി പറ്റൂല. സ്നേഹം വേദനിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ സ്നേഹമല്ല, സ്നേഹം കുറയുന്നിടത്താണ് വേദന വരുന്നത്. ഈ സ്നേഹിക്കുന്നവർക്കിടയിലും പിന്നെ എന്തുകൊണ്ട് സമാധാനം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? പൊസസീവ്നെസ് എന്നുള്ള ഒരു നെഗറ്റീവ്, അതായത് സ്നേഹം ഈസ് എ പ്യുവർ തിങ്. അതിൻ്റെ അടിയിൽ എന്താ പറയുക, കലരുന്ന കുറച്ച് നോൺ പ്യുവർ ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഒരു പൈപ്പ് നല്ല വൃത്തിക്ക് ശുദ്ധവെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഒരു മാലിന്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധവെള്ളത്തിൽ മാലിന്യമായി. അപ്പം ആ മാലിന്യമാണ് പൊസസീവ്നെസ്, ആ മാലിന്യമാണ് ഡൗട്ട്, ആ മാലിന്യമാണ് എൻ്റെത് മാത്രമാണ് എന്നുള്ളൊരു സാധനം. ഇങ്ങനത്തെ കുറേ മാലിന്യങ്ങൾ എക്സ്ട്രാ അതിലേക്ക് വീഴുന്ന, അതായത് ആ സ്നേഹത്തിൽ ഇപ്പം എനിക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. എനിക്ക് അസൂയുണ്ട്, കുശുമ്പുണ്ട്, കുന്നായ്മയുണ്ട്, എല്ലാ ഇമോഷൻസുള്ള ഒരു കോമൺ ഹ്യൂമൻ ബീങ് എനിക്ക്. പക്ഷെ എനിക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ ഇമോഷൻസ് അതിനെ ബാധിക്കാതെ കൊണ്ടുപോകാന്നുള്ളതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇതേപോലെ എൻ്റെ എല്ലാ ലിമിറ്റേഷൻസും കാണിക്കേണ്ട സ്ഥലമല്ലല്ലോ എൻ്റെ സ്നേഹം. ഈ ശരിക്കും പൊസസീവ് ആവുക എന്ന് പറയുന്നതാണോ ശരി? കുറേ കൂടി ഇൻസെക്യൂർ ആവുക എന്ന് പറയുന്നതാണോ ശരി? പൊസസീവ്നെസ് വരുന്നത് ഇൻസെക്യൂരിറ്റി തന്നെ. പൊസസീവ്നെസ് വരുന്നത് സെൽഫ് ലവ് ഇല്ലാത്ത സമയത്ത്. പൊസസീവ്നെസ് വരുന്നത് ഞാൻ വാല്യുബിൾ അല്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പൊസസീവ്നെസ് വരുന്നത്. ശരിക്കും മറ്റേത് ഇഷ്ടക്കൂടുതലാണെന്നുള്ള രീതിയിലേക്ക് ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ പോലും ഇൻസെക്യൂർ ആവുന്നിടത്തല്ലേ കുറേ കൂടി അപകടം ഉള്ളത് അല്ലേ? അത് കുറേ കൂടി നമ്മളെ ചിന്തിപ്പിക്കും. പിന്നെ അതങ്ങ് കാട് കയറി പോവും. ഈ ഓവർ തിങ്കിങ് പ്രശ്നമാണോ ദാമ്പത്യത്തിൽ? പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ പൊസസീവ്നെസ് വരുന്നത് അവരെന്നെ വിട്ടുപോവോ, അവർക്ക് ഞാൻ മാത്രം പോരെ, അല്ലെങ്കിൽ അവരെന്തിനാണ് ബാക്കിയുള്ളവരെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓനൊരു പെണ്ണിനോട് കൊണ്ടുവന്ന സമയത്ത് ഓനൊരാണിനോട് കൊണ്ടുവന്ന സമയത്തൊക്കെ പ്രശ്നമാവുന്നത് അവർക്ക് എന്നെ എടുത്തോവോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഇപ്പം ഞാൻ ഒട്ടും വാല്യുബിൾ അല്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പാർട്ട്ണർ വേറൊരാളോട് സംസാരിക്കുന്ന സമയത്താണ് എനിക്കെന്ത് ഫീൽ ചെയ്യുക, ഓളെ കാണാൻ കുറച്ചും കൂടി കൊള്ളാം, അപ്പം ഇത് മറ്റേ തന്നെ തോന്നലുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഓക്കെ ആണെന്നൊരു ഫീൽ എനിക്കുണ്ടെങ്കിൽ ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. അതായിരിക്കൂല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇനി ഇൻ കേസ് അതാണെങ്കിൽ തന്നെ അതെന്നെ അപ്പോഴും അതെന്നെ ബാധിക്കില്ല എന്ന് പറയുന്നത് ഒന്നിക്കലും എനിക്ക് അതിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മളെ ബാധിക്കാത്ത വിധത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, ഫുള്ളി ബാധിക്കാത്ത ഇതെന്നല്ല കേട്ടോ പറയുന്നത്, താഴേക്ക് ബാധിക്കാത്ത വിധത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹം കൊണ്ടും നമ്മളുടെ തന്നെ ഇമോഷണൽ ബാലൻസ് കൊണ്ടും നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ താങ്ങിയിട്ട് നീ എന്നെ എടുത്തോ, അവിടെയാണ് എല്ലാ സാധനങ്ങളും വരുന്നത്. പക്ഷെ ഇതിൽ പുരുഷന്മാർക്ക് ചില കേസിൽ പങ്കുണ്ട്. കാരണം കല്യാണം കഴിയുമ്പോൾ തന്നെ എനിക്ക് ഞാൻ മതി, ഫ്രണ്ട്സ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, പുറത്തിറങ്ങണ്ട, ആക്കണ്ട, ഇതൊക്കെ പറയുന്ന സമയത്ത് ആ പുരുഷൻ തന്നെ ആക്കിയെടുക്കുകയാണ് ഇവരെ ലോകം ഇനി ഞാനാണെന്നുള്ളത്. എന്നിട്ട്
പിന്നെ എനിക്ക് വേറെ കുറേ ലോകം ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അതിലേക്ക് ഞാൻ ചോദ്യത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതായത് വിവാഹത്തിന് മുമ്പ് നമുക്ക് ചുറ്റും കുറേ പേരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സഹപാഠികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. ഒരു വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനാണ് നിൻ്റെ ലോകം എന്ന് പറയുന്നത് 2 വിഭാഗമുണ്ട്, പുരുഷനുണ്ട് സ്ത്രീയുണ്ട് എന്നുള്ളതിലേക്ക്. ഇപ്പോൾ ഒരാൾക്ക് എല്ലാ റോളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണെങ്കിൽ ശരിക്കും എല്ലാ റോളുകളും ചെയ്യാൻ ഒരാളെ കൊണ്ട് എന്നുള്ള രീതിയിലേക്ക് അല്ലേ പറ്റില്ല, കംപ്ലീറ്റ് ആക്ടർ പരിപാടിയൊന്നും പറ്റില്ല. അപ്പോൾ ശരിക്കും അത് ആ ചിന്ത തെറ്റല്ലേ ശരിക്കും? ഡെഫിനറ്റ്ലി അത് ഭയങ്കര തെറ്റാണ്. അതായത് എനിക്കൊരാളുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കാം. സ്നേഹം എന്ന് പറയുന്നത് ഫ്രീഡം കൂടിയാണ്. സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ മാത്രമാക്കിയിട്ട് ഉള്ളിലേക്ക് എടുക്കാവുന്ന ഒരു സംഭവം എന്നല്ല. ആക്ച്വലി സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കൂടിയിട്ട് പ്രവർത്തിക്കാന്ന് പറഞ്ഞൊരു സാധനമല്ല. സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കല, അതിനത്ര മതി. അതിൽ തന്നെ എല്ലാം ഉണ്ട്. എൻ്റെ അപ്പുറത്തേക്ക് അവിടെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സംഭവിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിക്കുന്നുണ്ട്. അത് മതിയില്ല ഒരാൾക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹിക്കുന്നത് കൊണ്ട് ഇങ്ങനെ, സ്നേഹിക്കുന്നത് കൊണ്ട് ഇങ്ങനെ, സ്നേഹം കൊണ്ട് ഇങ്ങനെ, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഒക്കെ വെക്കുന്ന സമയത്താണ് അവിടെ പാളിപ്പോകുന്നത്. അപ്പോൾ അവരവരുടെ റോള് അല്ലേ ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ നന്മ നമ്മളുടെ ബാധ്യതയാണ്. സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ വിജയം നമ്മളുടെ ബാധ്യതയാണ്. അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതിന് എനിക്കെന്താ മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഇതിലേക്ക് മാത്രം നോക്കുക. അതിനപ്പുറം പേഴ്സണൽ പ്രോപ്പർട്ടി ആക്കിയിട്ട് വെക്കാതിരിക്കും. ഇല്ല, ഈ പലപ്പോഴും നല്ല രീതിയിലേക്ക് ഈ പാർട്ട്ണറായ സമയത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ചിലപ്പം ആളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലേ, തുറന്നു പറയുന്ന ആളായിരിക്കാം, സംസാരിക്കാന്നൊക്കെയാ. പക്ഷെ ഒരു സുഹൃത്തിനോട് പറയുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും. അപ്പം പലപ്പോഴും വാശി പിടിക്കാനുള്ള സാധനം എന്നെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടൂടെ, സുഹൃത്തായി കണ്ടൂടെ, എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞൂടെ എന്ന് പറയുന്നത് സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും. ഇത് ഒരു പാർട്ട്ണറാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും തുറന്നു പറയുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാക്കുന്നു. അല്ലെങ്കിൽ നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഫോർ മീ, എനിക്ക് എല്ലാം എൻ്റെ പാർട്ട്ണറോട് സംസാരിക്കാൻ വേണ്ടി പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരുപാട് വൾണറബിലിറ്റി എൻ്റെ ഹസ്ബൻഡിന് അറിയാം. അതറിയാത്തത് എൻ്റെ ഫ്രണ്ട്സിനറിയാം. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അറിയാമെന്നില്ല, അതല്ല, എൻ്റെ ഒരു സ്പെസിഫിക് ഫ്രണ്ടിനോടാണ് എൻ്റെ ചില പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അതെൻ്റെ ഹസ്ബൻഡിന് ഞാൻ അങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോയി എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ഇയാൾക്ക് അറിയാത്തത് ചിലപ്പോൾ ഇയാൾക്കറിയാം. ഓരോ മനുഷ്യനെയും നമ്മൾ സ്നേഹിക്കുന്നത് ഒരു സ്പെസിഫിക് രീതിയിലേക്കായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ തരത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്നേഹമല്ല. പക്ഷെ ഒരു എലമെന്റ് നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന സമയത്താണ് നമ്മൾ സ്നേഹിക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും മേ ബി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാവരോടും പറയേണ്ടതല്ല. എൻ്റെ മക്കളോട് സ്നേഹമുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എല്ലാം പറയാനില്ലല്ലോ. എൻ്റെ പാരൻസിനോട് സ്നേഹമുണ്ട് വിചാരിച്ചിട്ട് എല്ലാം പറയാനില്ല. ഇത് ഓരോരാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക് എന്താണോ ആ പേഴ്സൺ ആയിട്ടുള്ളത് അതാണ് അവർ ഷെയർ ചെയ്യുന്നത്. ആൻഡ് അതിൽ അപ്പുറത്താളുടെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ട്. ഇപ്പം എൻ്റെ ആ ഒരു ഫ്രണ്ടിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെങ്കിൽ ആ കാര്യത്തിൽ അവൾ എനിക്ക് തന്നിട്ടുള്ള സ്പേസും കൂടിയാണ്. ഈ ഹസ്ബൻഡിനോട് ഞാനൊരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ആ പേഴ്സൺ തന്നിട്ടുള്ള സ്പേസും കൂടിയാണ്. ഇത് ശരിക്കും അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ എന്നോട് പറയാത്ത ഇപ്പോൾ അവർ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ എന്നുള്ളത് സ്ഥിരം നടക്കുന്ന ഒരു വിഷയമാണ്. എന്നോട് ആദ്യം പറയായിരുന്നില്ലേ, എന്നോട് ആദ്യം, ഞാൻ ആദ്യം എന്നുള്ളൊരു സംഭവം അവിടെ കിടക്കും. വിശേഷങ്ങളിലാണെങ്കിലും പരിഗണനകളിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത് എവിടെ ശരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റോഹനെ പറ്റിയിട്ടുള്ള കാര്യം റോഹനോട് പറയാതെ റോഹന്റെ വൾണറബിലിറ്റി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ മാറ്ററാണ്. എന്നിട്ട് അത് ഫ്രണ്ട് ത്രൂ ആൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം. അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ലിമിറ്റേഷൻ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് അത് ഇങ്ങനെ കറങ്ങിയിട്ട് ആളറിയുമ്പോഴാണല്ലോ ഈ എന്നോട് പറഞ്ഞത്. അത് പ്രശ്നം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത് എനിക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാനുള്ളത് എന്നോട് പറയാം. അത് ഞാൻ കൊണ്ടുപോയി എൻ്റെ ചങ്ങായിനോട് ഒന്നാലോ ഓനെന്നെ ഇങ്ങനെ ചെയ്തില്ലേ ഞാൻ പറയലില്ല. അത് ഞാൻ ആളോടെ പറയുള്ളൂ. പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ള സാധനം എന്ന് പറയുന്നത് ഡയറക്റ്റ് ടു ഡയറക്റ്റ് ആണ് ഏറ്റവും നല്ലത്. പക്ഷെ ആ സ്പേസ് ഇല്ലാത്തവരുണ്ടാവും കേട്ടോ. അതായത് എനിക്ക് ആളോട് എല്ലാം പറയാത്ത സ്പേസ് ആൾ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ചങ്ങായിനോട് പറയുന്നവരുണ്ടാവും. അത് സിറ്റുവേഷൻസിനെയും പേഴ്സൺസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. നമുക്കൊരു കാര്യം അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി പറ്റൂല. എൻ്റെ ഹസ്ബൻഡ് എന്നെ അടിക്കുന്ന ഒരാളാണ്, നിങ്ങൾ എന്നെ തല്ലണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 തല്ല് ഇങ്ങോട്ടേക്ക് കിട്ടുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയും എന്നെ ആൾ അടിക്കുന്നുണ്ട്, അപ്പോൾ ഫ്രണ്ട് എനിക്ക് അഡ്വൈസ് ചെയ്യും എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് പറയും. ചിലപ്പോൾ ഞാൻ ആ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകും. ഈ പലപ്പോഴും ഈ വിവാഹബന്ധങ്ങളിൽ ഡിവോഴ്സിലോട്ട് കിടക്കുന്നതിൽ ഒരു തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം പ്രശ്നമാണോ? അതും പോസിറ്റീവ് ഓർ നെഗറ്റീവ് സാധനമാണ്. ചിലപ്പം എനിക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവില്ല. സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്, ഇതിൽ ഏതിലാണെന്നുള്ളത് മനസ്സിലാവാത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തേർഡ് പേഴ്സൺ മേ ബി ഇത് ഇന്നതാണ് മോളെ, ഇത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നവരുണ്ട്. പക്ഷെ ചെറിയ കാര്യങ്ങൾ കുത്തിപ്പെരിപ്പിച്ചിട്ട് അതും ഡിപ്പെൻസ്. നമുക്ക്
ഇങ്ങനത്തെ മനുഷ്യന്മാരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ട്. ശരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇഷ്ടമുണ്ടാവും ആളുടെ സാന്നിധ്യം, മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടക്കേടുകളുണ്ടായേക്കാം എന്നുള്ളത്. അതിന് വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിരിക്കില്ല അതെന്നുള്ള രീതിയിലേക്ക്. അല്ലെങ്കിൽ വേറെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന അവഹിതങ്ങളോ അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ പരിപാടികളോ ഒന്നും ഉണ്ടായിരിക്കില്ല. സുഹൃത്തായിട്ട് ഞാൻ ചിന്തിക്കേണ്ട പോലെ ചിലപ്പോൾ കോമൺ ഫ്രണ്ട് ആയിരിക്കാം. പക്ഷേ ഇവരുടേതായിട്ടുള്ള മാറ്റർ ഇത് എനിക്കും നിനക്കും ഇടയിലുള്ളതാണ്. അതിനൊരു തീരുമാനം എടുക്കാൻ വേറെ ആൾ വരാനോ അഭിപ്രായം പറയാനോ വേറെ ആൾ വരേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടാവും. ഒരാൾക്ക് ഇത് ഇഷ്ടമാവും. അപ്പം ഇത് കൂടുതലായിട്ട് സംഭവിക്കാറുണ്ട്. അങ്ങനെ ഓരോരാൾക്ക് പ്രൈവറ്റ് പേഴ്സൺസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും നേരത്തെ സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ ചില കാര്യങ്ങൾ അത് ചില സ്ഥലത്തേക്ക് എത്തുന്നത് ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് എൻ്റെ ചില കാര്യങ്ങൾ ചില ആൾക്കാർ അറിയുന്നത് എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. അതെൻ്റെ പേഴ്സണൽ തിങ് ആണ്. അത് അപ്പുറത്താൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമാണ്. ചിലപ്പോൾ അപ്പുറത്തേക്ക് അത് പ്രശ്നമേ ആയിരിക്കൂല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്ന കാര്യമാണ്, ഹുസ്ന എൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിൽ ഇടണ്ട കേട്ടോ, ഞാൻ പ്രൈവറ്റ് പേഴ്സൺ ആണ്, ഞാനത് റെസ്പെക്ട് ചെയ്യലുണ്ട്. അപ്പം ആളുടെ പെർമിഷൻ ഇല്ലാത്ത ആളുടെ ഒരു ഫോട്ടോ ഞാൻ ഇടലില്ല. അതിനർത്ഥം ഇങ്ങക്ക് അത് അങ്ങനെയാണ്, അത് ആളുടെ പ്രൈവറ്റ് ആണ്. അതുപോലെ തന്നെ ആളുടെ പ്രോബ്ലംസ് ആൾ പറയും എന്ന കാര്യങ്ങൾ എന്നോട് പറയുന്നൊരു കാര്യമാണ്. ഇപ്പം നിനക്ക് എൻ്റെ ഉമ്മാനോടോ എൻ്റെ സിസ്റ്ററിനോടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഡീൽ ചെയ്തോ. അത് എന്നോട് വരുമ്പം അതെനിക്ക് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത്. അപ്പം അത് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള തരത്തിൽ എനിക്കങ്ങനെ ഡീൽ ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. മീൻസ് അത് ആളെനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അത് നീ ഡീൽ ചെയ്തോളി എന്നുള്ളത് പറഞ്ഞു. ചില കാര്യങ്ങൾ ആൾ എനിക്ക് വിട്ടുതരും, ചില ആളുകൾ ഇത് ചെയ്യരുത് കേട്ടോ, അത് എനിക്കിഷ്ടമല്ല. അത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് ആളെ കൂടി ഇൻവോൾവ് ചെയ്യുന്ന കാര്യമായിരിക്കാം. അത് ഞാൻ ആ സ്പേസും ആ ഫ്രീഡും ആൾക്ക് നൽകലുണ്ട്. ഞാൻ ആളെ പറ്റിയിട്ടുള്ള ഒന്നും ഞാൻ വേറൊരാളോട് ആളിങ്ങനെയാണ് ആളങ്ങനെയാണ് ആളെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് അതൊന്നും ഞാൻ ആരോട് ഷെയർ ചെയ്യലില്ല. അത് ഞാൻ ആൾക്കും കൂടി കൊടുക്കേണ്ട സ്പേസാണ്. പിന്നെ എനിക്ക് ബാധിക്കുന്നുണ്ട്, ഇതെൻ്റെ മെൻ്റൽ ഹെൽത്തിന് പ്രശ്നമാണ്, ഇത് മൂവ് ഓൺ ചെയ്യണം, അങ്ങനത്തെ തന്നെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് വേണ്ടിയ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അവിടെ നമ്മളിത് ചെയ്യാന്നല്ലാണ്ട് എനിക്ക് പൊതുവേ അത് ഓരോ റിലേഷൻഷിപ്പിൻ്റെ സെക്യൂരിറ്റിൻ്റെ മാറും. അതിനപ്പുറത്തെ ഒരു സ്റ്റേജിലോട്ട് പോകുന്ന സിംഗിൾ പാരൻ്റ് ആയിരിക്കും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ പലപ്പോഴും പറയും ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നിടത്തുനിന്ന് ഇത് ഏതൊരു വ്യക്തിയിലോട്ടേയും കേന്ദ്രീകരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇത് എത്രത്തോളം മക്കൾക്കത് എഫക്റ്റ് ചെയ്യും ശരിക്കും. ഒന്നാമത് മനുഷ്യന്മാർ മുറിയാണെങ്കിൽ സ്നേഹിക്കാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുറേ ഡിവേഴ്സ് എന്ന് പറയുമ്പം എല്ലാം തെറ്റ് അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ കുറേയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാൻ പറ്റുമ്പോൾ റെഡിയാക്കാവുന്ന കുറേ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിനർത്ഥം ഞാൻ ഡിവോഴ്സിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ളതൊന്നും അല്ല കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ക്യാമ്പിലേക്ക് ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഡിവോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് ഉറപ്പിച്ചിട്ട് വന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു മൈൻഡ് ഒന്ന് റിലീഫ് ആവണമെന്ന് വിചാരിച്ചിട്ട് മാത്രം. പക്ഷെ സെഷൻ്റെ സമയത്ത് ആൾക്ക് കുറേ റീതിങ്ക് ചെയ്തു. ആൾ ഈവൻ ഞാൻ ഒരു പേഴ്സണോടും ഞാൻ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യമാണ് എൻ്റെ സെഷനിലേക്ക് വരുന്ന ഒരാളോട് യു ഡു ദാറ്റ് യു ഡു ദിസ്, അത് ഞാൻ പറയലില്ല. ഞാൻ ആകെ ചെയ്യുന്നത് അവരെ തീരുമാനം എടുക്കാൻ പ്രാപ്തിയാക്കുന്ന വിധത്തിലേക്കുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളത് മാത്രമാണ്. ഒരു കാര്യം ഞാൻ ഫോഴ്സ് ചെയ്യലോ ഇത് ചെയ്യുന്നുള്ളത് പറയില്ല, എസ്പെഷ്യലി ബന്ധങ്ങൾ തമ്മിലുള്ള കാര്യത്തിൽ. അപ്പം ആ ഒരു പേഴ്സണിന് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വർത്താനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആൾ പോകുന്ന സമയത്ത് ആൾ പറഞ്ഞു എനിക്കൊന്ന് റേറ്റിംഗ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. റേറ്റിംഗ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് ക്യാമ്പ് വെക്കുന്ന സമയത്ത് ആളും ആളുടെ ഹസ്ബൻഡും ഒരുമിച്ചായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞു ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയ സമയത്ത് ആളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് പറഞ്ഞു. അത് മനസ്സിലാക്കാൻ പറ്റിയ സമയത്ത് കുറേ റെഡിയായി. അതായത് ആ ഒരു മിസ്സലൈൻ, നമ്മൾ ഒരു കപ്പൽ മുങ്ങുന്നത് ഒരൊറ്റ ഹോൾ കൊണ്ടാണെങ്കിൽ ആ ഹോള് എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് നമുക്കത് തിരുത്താൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. അതുകൊണ്ടാണ് ഈവൻ കേരളത്തിലാണെങ്കിലൊക്കെ 2 കൗൺസിലിങ്ങും എഗെയിൻ വേണോ വേണ്ടിയോ എന്നുള്ളത് കൂടുതൽ ചോദിക്കുന്നത്. കാരണം നമ്മൾ പറയുന്ന പോലെയല്ല, ബന്ധങ്ങൾ മുറിയാന്ന് പറയുന്നത് അത് എക്കാലത്തും വേദനയാണ്. അത് എത്ര തന്നെ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിലും നമ്മളതിൽ നിന്ന് ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും മുറിവ് എപ്പോഴും വേദനയുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയത് തന്നെ ആയിരിക്കുമല്ലോ മെജോറിറ്റി. പക്ഷേ അവിടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല, നമുക്ക് കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. അത് നമ്മളെ തകർക്കുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ചില പാരൻസ് ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ ഇനി ഞാൻ ഉപ്പാക്ക് കാണിച്ചു കൊടുക്കൂല, ഞാൻ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കൂല. അതിന് മേ ബി ഓക്കെ അവർ അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളാണ്, അവർ ടോക്സിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഈഗോൻ്റെ പുറത്ത്, കാരണം അപ്പുറത്തെ ആളോട് നമുക്കുള്ള ദേഷ്യവും വെറുപ്പും ഉപയോഗിക്കാനുള്ള
ടൂളാവരുത്. അതായത് ഞാനും എൻ്റെ കുട്ടിയും ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളില്ലാതെ ഭയങ്കര ഹാപ്പിയാണ്, കുട്ടിക്ക് നിങ്ങൾ വേണ്ട, കുട്ടിക്ക് ഞാൻ ഇനി ഉപ്പാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു കൊടുക്കൂല, ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഈ ഫാദർ ആവുക മദർ ആവുക എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. നമുക്ക് അത്ര മുറിച്ചാലും മുറിയാത്തൊരു കാര്യമാണ് ഞാൻ ഇന്നാളുടെ ഫാദർ ആണെന്നുള്ളതും ഞാൻ ഇന്നാളുടെ മദർ ആണെന്നുള്ളതും. അപ്പം ആ സ്പേസ് കൊടുക്കുക എന്നുള്ളതാ. ഈ പറഞ്ഞ പോലെ തന്നെ അവർ ടോക്സിക് ആണ്, അവർ അബ്യൂസീവ് ആണെങ്കിൽ ടേക്ക് കെയർ ചെയ്യാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് മക്കളെ ടൂളാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് അവരെ കൂടുതൽ കൂടുതൽ മുറിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എല്ലാവരുടെയും വീക്ക്നെസ്സാ, ആ വീക്ക്നെസ്സിൽ പിടിച്ചിട്ട് തൂങ്ങാതിരിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ്. പക്ഷേ ഈ ഡിവേഴ്സിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഉമ്മാനെ വേണോ ഉപ്പാനെ വേണോ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ ഈ മുറിയാനെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരായിട്ട് അടുക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം നമ്മളൊരു ആവേശ കമ്മിറ്റിയിൽ കയറി ചാടുക, അല്ലെങ്കിൽ ഈ ബന്ധങ്ങളിലേക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോവാലോ എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടിനെ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അവരെ കൂടി എല്ലാ കാര്യത്തിലും പരിഗണിച്ചിട്ട് അവരെ മുറിപ്പെടുത്താതെ നമുക്ക് ഇതിനെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത്, അതായത് അത് ഡിവോഴ്സ് ആണെങ്കിലും അത് മുറിപ്പെടുത്താത്ത വിധത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ചിന്തിക്കാം. ഇപ്പം ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ലേ, അവരെ ബിഗ് ബോസിലേക്ക് അവരെ ആരുടെ ബർത്ത്ഡേക്ക് രണ്ടുപേരും ഒരുമിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. അവർ രണ്ടാളും ഡിവേഴ്സ്ഡ് ആണ്. പക്ഷെ ആ മക്കളുടെ ബർത്ത്ഡേക്ക് ആളൊരു ഇനീഷ്യേറ്റീവ് ഇട്ട് അവരുടെ ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് വരണം എന്നുള്ളത് അതൊരു ഗുഡ് മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളത്. ഡിവോഴ്സ്ഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെപ്പറേറ്റഡ് തോന്നുന്നു. പക്ഷെ ലീഗലി അങ്ങനെ ഡിവോഴ്സ് കാര്യങ്ങളൊന്നും ഒരുമിച്ച് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഈ പലപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു സാധനം അല്ലേ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അവരുടെ പ്രയാസങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നൊരു കാര്യമുണ്ട്, ഞാൻ വർക്കിനിടയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ശമ്പളത്തിനിടയ്ക്ക് ഞാൻ ഒരു ചായ പോലും കുടിക്കില്ല, ഇത് മക്കൾക്ക് വേണ്ടി ജീവിക്കും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നോക്കും എന്നുള്ള സാധനം. അപ്പം അങ്ങനെ ചിന്തിച്ച് ജീവിക്കേണ്ടതുണ്ടോ ശരിക്കും? മക്കൾ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെങ്താണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഉറപ്പില്ല, എനിക്ക് ചിലപ്പോൾ പട്ടിണി നടന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് അതെനിക്കൊരു സ്ട്രെങ്ത് തരും. ഐ വാണ്ട് ടു ലിവ് എന്നുള്ളൊരു സാധനം വരുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ അങ്ങനെ സ്ട്രെങ്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോന് ഭാവിയിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ അനിയത്തിക്ക് ട്രോൾ കേട്ടോ, അതായത് ഓനിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സെലിബ്രിറ്റീസിന് എൻ്റെ ഉമ്മയിലാവും അങ്ങനെ ട്രോൾ തന്നെ ഞാനിതിങ്ങനെ ട്രൈ ചെയ്യുന്നത് കാണുമ്പോൾ. പക്ഷെ ഞാൻ പറയും ഇത് സെലിബ്രിറ്റി അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എൻ്റെ കുട്ടിക്ക് ആ കുട്ടീൻ്റെ ഉമ്മാനെ ഓർക്കുന്ന സമയത്ത് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് പോലെ വന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് മക്കൾ എപ്പോഴും ഒരു ഫ്യൂവലാ, നമുക്ക് മുന്നോട്ടേക്ക് പോകാനും മുന്നോട്ടേക്ക് ചെയ്യാനും ഒക്കെ നമുക്കൊരു ഫ്യൂവലാണ്. പക്ഷെ അത് ഫ്യൂവൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ വണ്ടി കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് ഓടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഓടിച്ച് നമ്മളിത് കംപ്ലീറ്റ് അങ്ങനെ തൈവാനായി പോയിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ. ജീവിതം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ ഞാൻ എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഉമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഡ്രസ്സ് ഇല്ലെങ്കിൽ പാരൻസ് ഒന്നും ഇല്ലാതെ ഒന്നും അറിയാതെ നമ്മളൊരു ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലോ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഞാനില്ലേ, ആ ഞാനിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കണ്ടേ? ആ ഞാനിനോട് എനിക്കൊരു ബാധ്യതയില്ലേ? എനിക്ക് എല്ലാത്തിനേക്കാളും ബാധ്യത എന്നോടാ. ആ ബാധ്യത തീർക്കാനാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതും. അവിടെ വരുന്ന യാത്രികരാണ് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ബാക്കി എല്ലാ ആൾക്കാരാണെങ്കിലും. എനിക്കത് നമ്മളങ്ങനെ കാണുന്ന കുറച്ച് മനുഷ്യരുണ്ട് അല്ലേ. എനിക്ക് അതിലൊന്നും ഏറ്റവും കൂടുതൽ നമ്മൾ യാത്രകളിൽ കാണുക ഈ ഹോട്ടലിന് മുമ്പിൽ കാണുന്ന ഈ സെക്യൂരിറ്റിനെ ആയിരിക്കും അല്ലേ. എനിക്ക് എന്താ പറയുക, അന്ന് തന്നെ ഫസ്റ്റ് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ടിപ്പ് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിവർ കാണുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഫീലുണ്ട്. ഒരുപക്ഷെ ഭയങ്കര പ്രായമായിട്ടുള്ളവരായിരിക്കും, ചിലപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ഒരു സമയത്തേക്ക് കടന്നിട്ടുള്ള ഒരു പ്രായം ഉണ്ടാവാം. ഇവരുദ്ദേശിച്ച പോലെ മക്കളിലേക്കോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സാമ്പത്തികം ഭദ്രത ഉണ്ടായിരിക്കില്ല എന്നായിരിക്കും. ഇപ്പം ഇത്തരം കാഴ്ചകൾ എത്രത്തോളം ഭയങ്കര അത്ഭുതം. ഞാൻ ഇന്ന് ഇവിടെ വരുന്ന സമയത്ത് നമ്മളിവിടുന്ന് കുറച്ച് നടന്നു നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അവിടെ ഒരു ഓട്ടോ നിർത്തി. അപ്പോൾ ഓട്ടോ നിർത്തി നമ്മൾ ഏതാണ്ട് എത്താനായി നമുക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കയറിക്കോന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വേണ്ട നടന്നോളാം. ഇല്ല കയറിക്കോ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്, ചെറിയൊരു ഓട്ടാ, കയറിക്കോന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു ഏതായാലും ചൂടാന്ന് കയറിയിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് അവരിങ്ങനെ ഉള്ളോട്ടേക്ക് ആക്കി ഇറങ്ങിയിട്ട് പൈസ കൊടുക്കുമ്പോൾ അത് കുറച്ചല്ലേ പൈസ വേണ്ട. ഞാൻ വിചാരിച്ചു പൈസക്ക് വേണ്ടിയിട്ട് എന്തായാലും മിനിമം ബാലൻസ് കൊടുക്കണമല്ലോ, പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പറഞ്ഞ പൈസ വേണ്ട, എന്തിനാ വന്നത് ഇൻ്റർവ്യൂക്ക്, പ്രാർത്ഥിക്കണം കേട്ടോ. അവരെന്നോട് പറഞ്ഞതാ പ്രാർത്ഥിക്കാൻ കേട്ടോ. എന്നിട്ട് റബ്ബു ഇങ്ങനെ പറഞ്ഞു മോളെ വെയിലാന്നേ
വെയിലത്ത് നിന്ന് മാറ്റിയെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പേയ്മെൻറ്റ് ചെയ്തു. Yeah. അതായത് ആ മനുഷ്യനൊന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് എടുത്ത്. കാരണം ഞാൻ ജഡ്ജ് ചെയ്തത് ആ രീതിയിലാണ്. കുറച്ച് നടക്കാനേ ഉള്ളൂ, അവർക്കൊരു മിനിമം ബാലൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളോട് കയറി പറഞ്ഞിട്ടുണ്ടാവുക. ആൾ പൈസ ചോദിച്ചിട്ടില്ല, പൈസ വേണ്ടെന്ന് പറഞ്ഞത്. മനുഷ്യന്മാരിങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ബീച്ചിലേക്ക് പോയി, ഞാനും എൻ്റെ ചങ്ങായും കൂടിയിട്ട്. അപ്പോൾ ബീച്ചിലേക്ക് പോയി നമ്മൾ രണ്ടാളെ കയ്യിൽ പൈസ ഒന്നുമില്ല. നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. അപ്പം ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ഒരു ഇരിക്കുന്നത്. അപ്പം അതിത്തെ ബിരിയാണി കഴിക്കുന്ന ബിരിയാണി കഴിച്ച് അപ്പം നമ്മളെ ഇത്താറിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന. അപ്പം ഇത്താറിന് നിങ്ങൾക്കും കൂടി ബിരിയാണി ഓർഡർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വേണ്ട, ഇത് ഓർഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് ഇങ്ങോട്ടേക്ക് ചോദിച്ചതല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു നിങ്ങൾ എവിടെയാണ്? ഞാനൊരു വീട്ടിൽ വേലക്കാരിയാണ്, അപ്പം കുറേ കാലമായി ബിരിയാണി എന്നുള്ളത് ഭയങ്കര ആശ. അപ്പം ഇന്ന് ശമ്പളം കിട്ടിയ സമയത്ത് വേഗം വന്നിട്ട് ഒരു ബിരിയാണി നിന്നാണ്. അവർക്ക് കുറേ കാലത്ത് ആശയായിട്ട് തിന്നാത്ത ഒരാൾ പൈസ ഇല്ലായിട്ടായിരിക്കുമല്ലോ. നമ്മൾ രണ്ടാളും അതേ മുന്നിലേക്ക് വന്നിട്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് 2 ബിരിയാണി ഓർഡർ ചെയ്യട്ടെ എന്നുള്ളത്. സോ ഇങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത, നമ്മൾ ആരാണെന്ന് പോലും അറിയാത്ത. നമ്മൾ അറിയില്ലേ, തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നന്ദി പോലും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് പോലും ഇല്ലാതെ ഓടിപ്പോകുന്ന കുറേ മനുഷ്യന്മാർ. അങ്ങനത്തെ കുറേ മനുഷ്യന്മാർ, അവർ വലിയ ആൾക്കാരൊന്നും ആയിരിക്കില്ല, അവരെ കാണാനോ കേൾക്കാനോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ. ഭയങ്കര എനിക്ക് മനുഷ്യന്മാരെ ഞാൻ ഇപ്പം കുറച്ചൊന്ന് മാറി. പക്ഷെ എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ മനുഷ്യന്മാരെ ബാക്കിൽ നടക്കാന്ന് പറയുന്നത് ഒരു ഹരാണ്. ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ നടക്കും. ആളിങ്ങനെ എന്താ ചെയ്യുന്നത്, എങ്ങനെ ഈവൻ ചെറിയ പെട്ടിക്കടയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ഇവരെല്ലാം വീട്ടിൽ ആര് പോയിട്ട് വാങ്ങാനാ, അവരെങ്ങനെയായിരിക്കും വീട്ടിൽ പോകുന്ന സമയത്ത് എന്തായിരിക്കും, അവരെ മക്കൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ലേ. അങ്ങനത്തെ കുറേ ചിന്ത വരും. അപ്പോൾ ചില സമയത്ത് ആഗ്രഹങ്ങൾ വരും കേട്ടോ. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, ഇതെല്ലാവരുടെയും ആഗ്രഹം. അത് ഞാനിത് പറയുമ്പോൾ ഞാനത് വല്ല നന്മമരമൊന്നുമല്ല. ഇങ്ങനത്തെ കുറേ പെട്ടിക്കടയിലെല്ലാം പോയിട്ട് അവർക്കൊക്കെ ആരാണെന്ന് പോലെ അറിയാണ്ട് ഈ പറഞ്ഞ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് തിരിച്ചടക്കാന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ. അങ്ങനെ കണ്ടതിൽ ഏറ്റവും വേദന തോന്നിയിട്ടുള്ളൊരു സംഭവം എന്തായിരിക്കും, അല്ലെങ്കിൽ അവരെ എനിക്ക് സഹായിക്കണം തോന്നിയിട്ടുള്ളൊരു സംഭവം? ഒരുപാട് ആൾക്കാർ, ഈവൻ നമ്മൾ ലാസ്റ്റ് അഗതി മന്ദിരത്തിലേക്ക് നമ്മൾ മമാസ് കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ഒരു വർഷമാകുമ്പോൾ 2 മാസം മുന്നേ നമ്മളൊരു അഗതികളൊക്കെ താമസിപ്പിക്കുന്ന ഒരു മന്ദിരത്തിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ കുറേ അതിലൊരച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മക്കളെ കാണാൻ പൂതിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉത്സവം ഉണ്ടായ സമയത്ത് ആ ഉത്സവം ഭയങ്കര കണ്ണൂർ ഇരിട്ടി ഭാഗത്തൊരു ഉത്സവമില്ലേ, അപ്പം അവിടത്തേക്ക് അവിടെയാണ് വീട്. അപ്പോൾ അവിടത്തേക്ക് പോയ സമയത്ത് മക്കൾ കണ്ടിട്ട് തിരിച്ചു വായിച്ചു, എന്തിനാണ് ഇപ്പോൾ കൂട്ടിയിട്ട് കൊണ്ടുവന്നിരുന്നത്. അല്ല, അപ്പോൾ ശരിക്കും അഗതി മന്ദിരത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് അങ്ങനെ പോകുന്നതിന് ശരിക്കും ആ ഉസ്താദാണ് കൂട്ടിക്കൊണ്ട് പോയത്. ആ ഉസ്താദിനോട് പറഞ്ഞാൽ എനിക്ക് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ആശയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദ് വേറൊരാളെയും കൂടി കൂട്ടിയിട്ട് ഓട്ടോയിൽ ഇവരെ ആ ഉത്സവത്തിലേക്ക് കൊണ്ടുപോയി. അപ്പം അവിടുന്ന് മക്കൾ കണ്ടിട്ട് മക്കൾ പറഞ്ഞു, നിങ്ങൾ അടുത്തേക്ക് ആക്കിയതല്ലേ, ചെലവിനെല്ലാം തരുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് അതേ കൂട്ടിക്കൊണ്ടുവന്നത്. വീട്ടിലേക്കല്ലല്ലോ, ഉത്സവത്തിനാണ്. പക്ഷെ അവർക്കൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിരിക്കാം. അവര് ആ സമയത്ത് കണ്ട സമയത്ത് ട്രിഗറായി, അങ്ങനെ വീണ്ടും അടുത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തന്നെ ഈ 2 മാസം മുന്നേ നാരായണേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് പറഞ്ഞത്. പക്ഷെ ആളത് പറയുമ്പോൾ ഭയങ്കര ചിരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. അതേപോലെ അവിടെ ഒരു ഭ്രാന്തത്തി ടേമായിട്ടാണോ, പക്ഷെ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന അവർ മാത്രം സെപ്പറേറ്റ് ഇരിക്കുന്ന. അപ്പം ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് അടുത്തേക്ക് പറഞ്ഞു അവർ പ്രഗ്നൻ്റ് ആണെന്നുണ്ടോ 6 മാസം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവരുടെ കുട്ടീനെ അവരെങ്ങനെ നോക്കാം, അങ്ങനെ പാല് കൊടുക്കുക, നമുക്ക് ഇങ്ങനെ തോട്ട് വരണം. ആരോ പ്രഗ്നൻ്റ് ആക്കി അങ്ങനെ പോലീസ് ഇടത്തേക്ക് കൊണ്ടുവന്നിട്ടാക്കി. അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാർ ഇത് എനിക്ക് തോന്നുന്നു പലപ്പോഴും അവരുടേത് എന്താണെന്നുള്ള വിഷമത്തിലേക്കുള്ള അപ്പുറത്തേക്ക്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മക്കളുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവർ വൃദ്ധമന്ദിരത്തിൽ വരുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുമെന്നുള്ള പേടിയേക്കുള്ള അപ്പുറത്തേക്ക് ആ സമൂഹത്തിൽ അവർ തിരിച്ചു വരുന്നു. അപ്പം നമുക്കുണ്ടാവുന്ന മാനക്കേടിനെ കുറിച്ചിട്ടാണ് അവർ അല്ലേ. ഇത് ഒരുപാട് ഈവൻ ചെറിയ മക്കളുടെ കാര്യത്തിലാണെങ്കിലും, ചെറിയ മക്കളില്ലേ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സ്നേഹം കിട്ടാണ്ട് വളരുന്ന ഒരുപാട് മക്കൾ, കുറേ ആൾക്കാരില്ല അങ്ങനെ. ഈവൻ ടീനേജേഴ്സ് ആയിക്കോട്ടെ, ആരും ഇല്ലാത്ത കാണുമ്പോൾ കുറേ ആൾക്കാരൊക്കെ മുന്നിലുണ്ടാവും. ഇപ്പം എനിക്കല്ല ഓർമ്മയുണ്ട്, എനിക്ക് സ്നേഹം കിട്ടാത്ത പ്രശ്നമല്ല, പക്ഷെ എനിക്കൊരു ടൈം വരെ ആരും കേൾക്കാനില്ലാത്ത, കാണുന്നവർ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് കൂടി കടന്നു പോകുന്ന ഇമോഷൻസ് എന്താണെന്നുള്ളത് വേറെ ആർക്കും മനസ്സിലാവാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരിക്കൽ ഞാൻ ഇത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയ സമയത്ത് ഞാനൊരിക്കൽ വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ, പക്ഷെ എൻ്റെ ഒരു ചങ്ങായി പോലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ഡൗൺ ആണെന്ന് പറഞ്ഞ സമയത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പോലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു എൻ്റെ ചങ്ങായിമാർ കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത്, ഹുസ്ന ഞാൻ ഡിപ്രഷൻ്റെ പില്ല് കഴിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഞാനിത് കഴിക്കുന്നത് അവരറിയുന്നില്ലല്ലോ എന്നുള്ളത്. സെയിം ടൈം എനിക്ക് വേറൊരു തോന്നൽ വരികയാണ്, മേ ബി അവർ ഞാനറിയാതെ കഴിക്കുന്നുണ്ടെങ്കിലോ എന്നുള്ളത്. മനുഷ്യന്മാരെന്ന് പറയുന്നത് നമ്മൾ തുറന്നു നോക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ എത്ര മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാവാത്ത നിഗൂഢതകളാണ്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ഒരു ലോകമാണ് ഓരോ മനുഷ്യനും. അത്രത്തോളം ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ അടുത്ത് കൃഷ്ണപ്രഭു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഡിപ്രഷൻ എന്ന കുറേ വാക്കുകളും കൊണ്ടുവന്നിട്ടുണ്ട്. പണിയില്ലാത്ത സമയത്ത് വരുന്നതാണ്. പണ്ട് വട്ട് എന്ന് പറഞ്ഞ സാധനത്തിനെ ഇപ്പോൾ പറയുന്നു വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ ആകുമ്പോൾ പറയുന്നൊരു സാധനങ്ങളാണ്. നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഡിപ്രഷൻ അതിൻ്റെ തന്നെ പലതരം വേർഷനുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ സ്ഥലം നമുക്ക് അനുഭവിക്കാതെ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാത്തടത്തോളം മുഴുവൻ ഈ സംഭവം ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇത് എത്രത്തോളം ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു അവസ്ഥയെക്കുറിച്ച്? കുറേയൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതായത് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ടേം ഇപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അതെന്താണെന്നുള്ളത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റിയിട്ടില്ല. അതത്രേ ഉള്ളൂ. പക്ഷെ അത് അവർ പറഞ്ഞത് നെഗറ്റീവാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ മാറി ചിന്തിക്കണം. അത് 100-1 ഇപ്പോൾ ഡിപ്രഷനെ കളിയാക്കിയിട്ട് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരാൾ എനിക്കിപ്പോൾ സ്ട്രെസ്സാണ് ഡിപ്രഷനാണെന്ന് പറയുമ്പോൾ ഒരു യൂത്തിലുള്ള ആൾക്കാരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര നോർമലാണ്. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് കാണുന്നതും അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് കാണുന്നത് വരെ നോർമലാണ്. പക്ഷെ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഏതാണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണുന്ന രീതിയിലേക്കാണ്. ആളുകളുടെ ചിന്തകൾ ഏതാണ്ട് സമാനമാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ തുറന്നു പറയാൻ ആളുകളില്ലാത്ത സമയത്ത് നമ്മുടെ അവസ്ഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്ക് ചിന്തിക്കും എന്നുള്ള പേടികളുകൊണ്ട് പറയാത്ത വരും. ശരിക്കും ഇത്തരം ആളുകൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതിനോട് എന്താ അഭിപ്രായം? നമ്മളൊരു സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും മനുഷ്യനെ അവനവൻ്റെ തീരുമാനമാവണം, അവനവനെ നന്നാവണോ വേണ്ടിയോ എന്നുള്ളത്. ഈവൻ നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു മനുഷ്യൻ ഓക്കെ, പകുതി ഓക്കെ, അല്ലെങ്കിൽ തീരുമാനിക്കുകയാണ് ഞാനിങ്ങനെ പോവാണ്, പഠനത്തിലേക്ക് പോവാണ്, കൺട്രോളിലോട്ട് പോകുന്നുണ്ട്, ഐ വാണ്ട് ടു ഹെൽപ്പ് മൈസെൽഫ് എന്നുള്ള തീരുമാനമാണ് അവരവിടത്തേക്ക് എത്തിക്കുന്നതെങ്കിൽ പകുതി പ്രശ്നം അവിടെ തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരൊറ്റ സ്റ്റെപ്പ് ഉണ്ടല്ലോ മൂവ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ്, അതിൽ തന്നെ വലിയ കാര്യം. പിന്നെ ചിലപ്പം ഒരുപാട് തോട്ട് ഉണ്ടായേക്കാം, എൻ്റെ വൾണറബിലിറ്റി ബാക്കിയുള്ളവർ കാണണ്ടെന്നുള്ളതായിരിക്കാം, എന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ളതിനുള്ളൊരു പ്രോഗ്രാമിംഗ് ആയിരിക്കാം. ഇങ്ങനെ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണുന്ന സമയത്ത് ആരെങ്കിലും മോശമായിട്ട് ചിന്തിക്കോ, ഇതാരെങ്കിലും അറിയോ എന്നൊക്കെ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ മമാസ് കിങ്ഡത്തിലേക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ഓണാക്കൂലോ കേട്ടോ, എൻ്റെ ആരെങ്കിലും ബന്ധുക്കാരെങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളറിയാം ഇത് പ്രശ്നങ്ങൾ ഭയങ്കര എന്താ പറയുക, ഇവിടുത്തെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഒറ്റ വഞ്ചിയിലുള്ള ആൾക്കാരാണ്. ഞാനാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളെല്ലാവരും വരുന്നുള്ളൂ. ആരും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാർ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പെയിൻ എന്ന് പറയുന്നത് മനുഷ്യനെ സമയത്ത് ദൈവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം. അതൊന്നും ഇല്ലാതാവണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ മണ്ണിന്റെ അടിയിലെത്തണം. പ്രശ്നങ്ങളില്ല, പരാതികളില്ല, സമാധാനം. പക്ഷെ ഇങ്ങനെ പോയി മണ്ണിനടിയിൽ എന്ന് പറയുമ്പോൾ വരികൾ ഓർമ്മ വരുന്ന ഇലയുടെ എന്നുള്ള രീതിയിലേക്ക് അല്ലേ, കരഞ്ഞുണ്ടെങ്കിൽ മണ്ണോട് ചേർന്നാലും മണ്ണൊലിഞ്ഞു പോയാലും ഇലയിലെ തന്നെയാണ്, ഇലാത്മാവാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ പലപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയോ എന്നുള്ളതാണ് പേടി അല്ലെ ഉണ്ടാവുന്നത്. അപ്പം അതും പ്രശ്നം, അതാണ് അതിലും വലിയ പ്രശ്നമാവുന്ന കാര്യം എന്നുള്ളത്. അത് നമ്മൾ ഈ 3D നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം പ്രശ്നമാണ്. അതായത് ചില ആൾക്കാരില്ലേ, സന്തോഷം വന്നാലും കരയുന്ന ആൾക്കാർ, സന്തോഷത്തിന്റെ കരച്ചിലല്ല, അതിങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന, അതായത് എന്ത് വന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, എന്ത് വന്നാലും അവർക്ക് കരയാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതായത് എത്ര വലിയ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കരയും. ചിലപ്പോൾ അവരാരെങ്കിലും ഓർത്തിട്ട് കരയുന്നതായിരിക്കും, അവർക്കിതൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കരയുന്നവരുണ്ടാവും. എന്നാലും ഞാനിത് അനുഭവിച്ചു പോയാലും എനിക്ക് എന്ത് യോഗ്യതയാന്ന് ചിന്തിച്ചിട്ട് കരയുന്നവരുണ്ടാവും. അതായത് അവര് ആ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തുണ്ടായാലും പ്രശ്നങ്ങളാണ്. നമുക്ക് ഒരുപാട് സ്റ്റേജ് ഉണ്ട്. 3D 4D 5D കണ്ടീഷനാണ്. ഈ 3D കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെൽ സ്റ്റേജ്. എന്തുണ്ടെങ്കിലും നമ്മളൊരു വിക്ടിമാണ്. എൻ്റെ കുട്ടികൾ കുരുത്തക്കേട് കളിക്കുമ്പം എന്തിനാ എനിക്കിങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും പെരുമാറുമ്പോൾ എന്തുകൊണ്ടാ ഇങ്ങനെ, എല്ലാം എന്തേ ദൈവമേ എനിക്കിങ്ങനെ, എനിക്കിങ്ങനെ, ഞാൻ ഭയങ്കര വിക്ടിമാന്നൊരു കണ്ടീഷൻ. ഇതിൽ നിൽക്കുന്ന സമയത്താണ് എല്ലാം പ്രശ്നം. നേരെ മറിച്ച് ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ഗ്രോ ചെയ്യണം. ആ തീരുമാനത്തിൽ തന്നെ ഞാൻ 4Dയിലേക്ക് എത്തി. ഞാൻ മാറാൻ പോവുകയാണെന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ, അവിടെ ഞാൻ 4Dയിലേക്ക് എത്തി. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ചലഞ്ചസ്, നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യാം, വീഴ, ഇതൊക്കെ ഉണ്ടാവും. ആ ഒരു സ്റ്റേജാണ് 4D. ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുള്ളത് ഈ 4Dയിലായിരിക്കും, ഒരു ഹോപ്പ് വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ. 3Dയിൽ അവർക്ക് ഹോപ്പില്ല, ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല,
ഒന്നും നേരെയാവാൻ വേണ്ടി പോകുന്നില്ല. ഇനി നേരെ ആവാണെങ്കിൽ തന്നെ എനിക്കിതൊന്നും വേണ്ട. ചില ഉമ്മമാരില്ലേ ഞാൻ കുറ്റപ്പെടുത്തുന്ന ഓക്കെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ആ ഉമ്മ നമുക്കൊന്ന് ബീച്ചിൽ പോവാലെന്ന് പറയുമ്പോൾ വരൂല, വേണ്ട ഞാൻ അടുത്ത് തന്നെ ഒന്നോളാം, എനിക്കൊന്നും വേണ്ട, എനിക്കിത് മതിന്ന്. അങ്ങനെ അത് അതിനർത്ഥം അവർക്ക് സ്ട്രെസ് ഇല്ലാത്ത ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടല്ല, ദർ നോട്ട് റെഡി. അവരെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാത്ത ഒരുപാട് ആൾക്കാർ എല്ലായിടത്തും ഉണ്ടല്ലേ. എൻ്റെ വീട്ടിലുണ്ട് ഒരാൾ അങ്ങനെ പുറത്ത് ട്രാവൽ ചെയ്യാനോ കാര്യങ്ങൾക്ക്. പക്ഷെ നമ്മളിങ്ങനെ പിടിച്ചു കൊണ്ടുവരാതില്ല, കുറെ പിടിച്ചു കൊണ്ടുവന്നാലും ട്രാവൽ ചെയ്യുന്നതിനോ ചിലപ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോഴോ ഇത് മതി. നമ്മൾ പറയലില്ലേ കുറെ ഇരുട്ടിൽ ജീവിക്കുന്നവർക്ക് വെളിച്ചം കാണുമ്പോൾ പ്രയാസമായിരിക്കും അതുപോലെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടായാൽ പോലും ഇപ്പൊ പെട്ടെന്നുള്ളൊരു കാര്യമാണ്, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറേത്തിൽ മറ്റേ ഗോൾഡ് ഫിഷിൻ്റെ അടുത്ത് മാറ്റിയിരുന്ന പോലെയാണ്. ഇത് കറക്റ്റ് ടാങ്കിൽ വന്നാൽ ഇവർക്ക് ഓക്കെ ആവും എന്ന് പറഞ്ഞ പോലെ തിരിച്ച് വീട്ടിലെത്തിയാലും ഓക്കെ ഉള്ളൂ. വേറെ സ്ഥലങ്ങളിൽ അത് റെസിസ്റ്റൻസ് എന്നാണെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ഇപ്പം റോഹനോട് ഒരാൾ പറയണേ ഐ ലവ് യു എന്ന് ഭയങ്കരമായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പം അധികം സ്നേഹം കിട്ടാത്ത ഒരാളാണ് റോഹനെങ്കിൽ റോഹൻ്റെ ഉള്ളിലൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ചില ആൾക്കാരുണ്ടാവും ഹസ്ബൻഡ് നല്ല രീതിയിലേക്ക് ഇങ്ങനെ തലോടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ഇങ്ങനെ ഇതൊക്കെ തോന്നും. അതായത് അവിടെ സ്നേഹമാണല്ലോ എന്ന് വിചാരിക്കലല്ല, അവർ റെസിസ്റ്റ് ചെയ്യുന്നത്. ഒരാൾ പൈസ ഇരുന്ന സമയത്ത് ഇപ്പോൾ റോഹന് വന്നിട്ട് ഞാൻ പറയാം റോഹ ഇരിക്കുന്ന പറയുമ്പോൾ അല്ല ഞാൻ നിങ്ങൾ അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ല ഞാനിവിടെ നിന്നോളം എന്ന് പറയുന്നത് ഐ എം റെസിസ്റ്റിങ്. ഞാൻ കംഫർട്ടബിളിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ഉള്ളിൽ ഞാൻ ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നല. അതായത് ഞാനിങ്ങനെ പുറത്തേക്ക് പോകാനൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല. ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തിനാ ഇപ്പം ഇതെല്ലാം വാങ്ങിയത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നത് ഇതൊന്നും എനിക്ക് ഡിസേർവ് ചെയ്യുന്നില്ല, വേണ്ടാന്നുള്ളതല്ല. ആ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണ് അവർ മുന്നോട്ടേക്ക് വരാൻ വിടാത്തത്. എല്ലാം അകത്തുള്ള യുദ്ധം തന്നെ. ഡിസേർവിങ്ങിന്റെ അപ്പുറത്തേക്ക് ചിലവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു കടപ്പാടായി മാറുമോ, കടബാധ്യതയായി മാറുന്നതുകൊണ്ട് സ്വീകരിക്കാത്തവരുണ്ട് അല്ലേ. ഈ വാക്കുകൾ ഞാൻ പിന്നീട് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ എനിക്ക് കിട്ടി ഞാൻ എപ്പോഴെങ്കിലും ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്തയിൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയി പോകും, ഒരു പിൻവലിയിൽ സംഭവിക്കാറുണ്ട് പലപ്പോഴും എന്നുള്ളത്. കുറേ പേരെ കണ്ടു. നേരത്തെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ തോന്നിയ കാര്യമാണ്, ഞാൻ ബ്രേക്ക് ചെയ്യേണ്ട വിചാരിച്ച് വിട്ടതാണ്. കുറേ കുഞ്ഞുങ്ങളെ കണ്ട് എന്നൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പാരൻസ് ഇല്ലാത്തവരെ എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നു. അത് പണ്ട് ഞാൻ ചിന്തിച്ചത് എനിക്ക് 4 മക്കള് 2 ആൾക്കാർ ഇതേപോലെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇപ്പം എൻ്റെ ആഗ്രഹം എന്നല്ല, എനിക്കൊരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു 5 സ്റ്റാർ ലെവലിലേക്ക് എനിക്കൊരു ഓർഫനേജും ഒരു ഓൾഡ് ഏജ് ഹോം എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ സ്വപ്നങ്ങൾ എനിക്കൊരു സ്കൂൾ, എനിക്കൊരു പുതിയൊരു വേൾഡ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എനിക്കൊരു പുതിയൊരു ലോകം എനിക്കിവിടെ കാണിച്ചു കൊടുക്കണം. അപ്പം ഈ ഓർഫനേജ് എന്നൊക്കെ പറയുന്നത് 5 സ്റ്റാർ, അവർക്ക് ഒരു ഉമ്മ അവർക്ക് മിസ്സായി പോയി എന്ന് തോന്നൽ പോലും ഇല്ലാത്ത വിധത്തിലേക്ക് എല്ലാ ഫെസിലിറ്റീസും എഡ്യൂക്കേഷൻസും ട്രെയിനിങ്ങും ഇവൻ എല്ലാ തരത്തിലേക്കും ഒരു കുറവില്ലാത്ത ഒരു ലെവലിലേക്ക് വളർത്തുന്ന വിധത്തിലേക്കുള്ള ഒരു സംഭവം എനിക്ക് തുടങ്ങണമെന്നുള്ളത് അൾട്ടിമേറ്റ് ഡ്രീം. അതുപോലൊരു ഓർഫനേജ് ഒരു ഓൾഡ് ഏജ് ഹോം ഇതേപോലെ നമ്മൾ കാണലുണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉള്ളതുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയും നല്ലൊരു 5 സ്റ്റാർ ലെവലിലേക്കുള്ളൊരു സാധനം എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ചില സമയത്ത് ഇങ്ങനെ ക്രേവിങ് ആണ്, അതായത് കുറെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യാലോ എന്നുള്ള തരത്തിലേക്കുള്ള ക്രേവിങ്. ഈവൻ നമ്മൾ റീലൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് അതേപോലെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു വലിയ റിച്ച് ആയിട്ട് ഒരു നാടിനെ സ്പോൺസർ ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ, ഈ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാറ്റർ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് ഞാൻ എന്തായാലും എനിക്ക് മണി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എനിക്ക് എല്ലാവരും പറയും പൈസ കുറേ ഉണ്ടാക്കിയിട്ട് എന്തിനാ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ളത്. മരിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് പൈസയാണ്. പൈസനെ കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ ട്രൂലി വിശ്വസിക്കുന്നത്. പണം ഉണ്ടാക്കിയിടത്തോളം നന്മ വേറെ ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പണത്തിനെ കൊണ്ട് 30 കോടി കൊടുത്തിട്ട് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. പണം രക്ഷിച്ചെന്നില്ല, പണം അവിടെ ഒരു മീഡിയ ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാർ രോഗം വന്നിട്ട് ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ പൈസ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കലില്ലേ. അപ്പം അതിനൊക്കെ പൈസ നൽകുന്നൊരു വാല്യൂ ഉണ്ട്. അപ്പം എനിക്ക് എന്തൊക്കെയോ ഇവിടെ ചെയ്യാനുണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പം എനിക്ക് ഇൻഷാല്ലാ ഞാനത് കാണിക്കും. അത് ആരും കാണിക്കാനല്ല കേട്ടോ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മോഡൽ ആകണം. ഐ വാണ്ട് ടു ഇൻഫ്ലുവൻസ്. അത്തരത്തിൽ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ചിന്തകളുണ്ടാവും, നമ്മൾ എത്രത്തോളം ഫ്രീഡം കൊടുത്താലും അവർക്ക് വേണ്ട സൗകര്യങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ തോട്ട് വരും നമുക്ക് ബന്ധങ്ങളില്ലല്ലോ, നമ്മൾ ഒറ്റപ്പെട്ടവരാണല്ലോ, നമ്മൾ അനാഥരാണ്. എവിടെയാണ് ഇതിന് ഇപ്പോൾ ഹുസ്ന അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമാകുമ്പോൾ കുറേ പേർ ഹുസ്നയ്ക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ഈ തോന്നലിനെ മറികടക്കാൻ എന്തായിരിക്കും ചെയ്യുക?
ഹലോ. ഒരു കുട്ടിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നലിൽ നിന്നല്ലേ എനിക്ക് ഉമ്മയില്ലല്ലോ എന്നുള്ള തോന്നൽ വരുന്നത്. സ്നേഹം കിട്ടാത്തതുകൊണ്ടാണല്ലോ ഉമ്മയില്ല എന്നുള്ള ഫീൽ വരുന്നത്. ഉമ്മാന്റെ സ്നേഹം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഉമ്മയില്ലല്ലോ എന്നുള്ള ഉണ്ടാവൂല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ആ സ്നേഹം കൊടുത്തിട്ട് ഫില്ല് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അവർക്ക് ആ തോന്നൽ പോലും വരാത്ത വിധത്തിലേക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളത്, ഫെസിലിറ്റീസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ആ ഇമോഷൻസിനെ അങ്ങനെ നല്ല വൃത്തിക്ക് കൊടുത്തിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും എനിക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൈൻഡ് പവർ അല്ലെ ഒരു ട്രെയിനർ എന്നതിനേക്കാൾ മുമ്പായിട്ട് പോയ തലങ്ങളുണ്ട്. മകളായിരുന്നു, ഭാര്യയായിരുന്നു, അമ്മയായിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊരു സ്ഥാപനം വരുന്ന സമയത്ത് ഈ റോളുകളൊക്കെ വീണ്ടും അല്ലേ ചെയ്യേണ്ടി വരും. അത്രയും പാരൻസ് ഉള്ളവർക്ക്, ഓൾഡ് ഏജ് ഹോമിലുള്ളവർക്ക് മകളാവേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൽ ഭാര്യ മാത്രമാണ് ആവാൻ പറ്റാത്തുള്ളൂ, പക്ഷെ മകളാവാനും ഒരേ സമയം മക്കൾക്ക് ഉമ്മയാവാനൊക്കെ പറ്റുന്ന കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ സ്വപ്നങ്ങൾ കുറേ വർണ്ണങ്ങൾ ഉണ്ടാവട്ടെ, നിറങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവായിട്ട് കുറേ നിറങ്ങൾ ചാലിക്കാൻ പറ്റട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യന്മാർക്ക് നന്മ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരുപാട് കുറുക്കു വഴികളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതാണ് ഈ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ എന്നുള്ളത്. ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ, ഭയങ്കര ഈസിയാണ്. മനുഷ്യന്മാരതിനെ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. സ്നേഹം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പ്രണയം, പാരന്റിങ്, ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമ്മളുടെ കൺസേൺസ് ആണ് ഇതിനെ ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കുന്നത്. ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള കൺസേൺസ് ഉണ്ടല്ലോ. ലെറ്റ് ഇറ്റ് ഫ്ലോ. ഈ യൂണിവേഴ്സിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിലേക്ക് അങ്ങ് വിടുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാതും അടിപൊളിയാണ്. ഇത് എപ്പോഴെങ്കിലും ഇപ്പോൾ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് വന്ന കാര്യങ്ങൾ അവർ പറയാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് ചെയ്തത്, കുട്ടികൾക്ക് ഉണ്ടായ രീതിയിലേക്ക് ഏതെങ്കിലും അനുഭവങ്ങൾ നേരിട്ട് വന്ന് പറയുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഒരിക്കൽ മമാസ് കിങ്ഡത്തിൻ്റെ ഇവൻറ്റിൽ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഉണ്ട്. അപ്പോൾ അവാർഡിൻ്റെ സമയത്ത് അവാർഡ് ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഒരു കുഞ്ഞു പെട്ടു, ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞു പെണ്ണെ എന്നോട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് അവാർഡ് കൊടുക്കണേ. ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പം പറഞ്ഞു, എൻ്റെ ഉമ്മ ഇപ്പം എന്നെ തല്ലറിയില്ലല്ലോ. അപ്പം എനിക്കതാണ് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഫീഡ്ബാക്ക്. ആ കുട്ടി പറയാണ് എൻ്റെ ഉമ്മ ഇപ്പം എന്നെ തല്ലലില്ല എന്നുള്ളത്. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇപ്പം നമുക്ക് ഏതൊരാൾക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഏതെങ്കിലും ഒരാളെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, ഈ മക്കൾ ആരോടുമായിട്ട് സങ്കടം പറയാനാ? അവർക്കുള്ള ഇമോഷൻസ്, അവർ ഉമ്മാനെ കാണാടുക്കുമ്പോൾ ഈ ഉമ്മ അവിടെ പോയി, എൻ്റെ ഉമ്മ എടുത്തോ, എൻ്റെ ഉമ്മ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്, ഞാനിതൊന്നും മീൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള തോട്ട് അവർക്കുണ്ട്. അവർക്കത് ലാംഗ്വേജിനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പേടിയുണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാതും സങ്കടങ്ങളും വേദനകളൊക്കെ. ചെറിയ നോക്കൊരു വയസ്സുള്ള കുട്ടിക്ക് വേദനയുണ്ട്, അതിന് ചിന്തകളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ കുട്ടി ആരോട് പറയാനാ? ആ കുട്ടീൻ്റെ കംപ്ലീറ്റ് സ്നേഹം ഉമ്മാക്കാം, കുട്ടീൻ്റെ ലോകം ഉമ്മയാണ്. എന്നിട്ട് ഈ ഉമ്മ തന്നെ ഇങ്ങനെ കാട്ടുന്ന സമയത്ത് ആ കുഞ്ഞി കടന്നു പോകുന്ന സ്റ്റേജ് എന്തായിരിക്കും? അതത്ര ഹൊറിബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ മമാസ് കിങ്ഡത്തിലുള്ള എൻ്റെ പാർട്ടിസിപ്പൻസിനോട് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ നോക്കിയിട്ടല്ല ഞങ്ങൾക്ക് സെഷൻ എടുക്കുന്നത്. നിങ്ങളെ റെഡിയാക്കുമ്പോൾ ഹാപ്പി ആവുന്ന കുറേ മക്കളുണ്ട്. എനിക്ക് എപ്പോഴും കൺസേൺ ആ മക്കളാണ്. അത് ആ മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഈ ഉമ്മമാര് ഹാപ്പി ആവണം. അതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് 3000 രൂപ എടുത്തിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജനറേഷനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ശരിക്കും ഇവരിലൂടെ അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാവുന്നതും ഗുണങ്ങൾ ഉണ്ടാവുന്നതും മക്കൾക്കാണ് പറയുന്നത് പോലെയാണ്. അപ്പോൾ മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ പറിച്ചു തരുന്ന മാങ്ങകളൊക്കെ പണ്ടാരോ നട്ട മാവിൻ്റെയാണ് എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഉസ്ന നടന്ന മാവിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കും? തയ്യൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കും? പിൽക്കാലത്ത് അവർക്ക് അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ യൂണീക്ക് സാധനം ഉണ്ടല്ലോ, ഞാൻ വിചാരിക്കുന്നത് മേ ബി എൻ്റെ തലമുറകളിൽ ആരെങ്കിലും ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവാന്നുള്ളൊരു തോന്നൽ എനിക്ക്. നമ്മൾ കേട്ടിട്ടില്ല, ഇപ്പം ആരെങ്കിലും ബിസിനസ് മാനൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ആ ഐഡിയാസ് ഈ തലമുറകളിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് അങ്ങനെയൊക്കെ ചിലപ്പം തോന്നും. കാരണം നമുക്കെപ്പോഴും ആൻസസ്റ്റേഴ്സ്, ഇപ്പോൾ എൻ്റെ ഒരു സെല്ലെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ 100 തലമുറ ഈ DNA എനിക്ക് കിട്ടും. എൻ്റെ ഉപ്പാരാണ്, ഉപ്പാരാണ്, ഉപ്പാനും, ഇതൊക്കെ അതായത് എൻ്റെ ഉള്ളിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ തലമുറകളിലുള്ള, അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളുന്നൊരു ലോകമാണ് ഒരു മനുഷ്യൻ. നമ്മൾ ഈ ഫിസിക്കൽ ബോഡിയിൽ മാത്രം നമ്മൾ നോക്കുന്നതുകൊണ്ടാണ്. വി ആർ എനർജി, വി ആർ സോൾ. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു യൂണിവേഴ്സാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ എന്നെ സംബന്ധിച്ചിടത്തോളം മേ ബി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രെയർ ആയിരിക്കാം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത്. ഒരിക്കൽ ഞാൻ തന്നെ ഡ്രീം കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു ഡ്രീമാണ്, ജസ്റ്റ് ഒരു ഡ്രീമാണ്. എന്നെ എൻ്റെ ഉമ്മമ്മ ബ്ലെസ് ചെയ്യുന്നത്.
എന്നെ എൻ്റെ ഉമ്മ ബ്ലെസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മെൻറ്ററോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടി. എന്താണ് ബ്ലെസ്സിങ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു കോമൺ ഡ്രീം ആയിരിക്കാം, ചിലപ്പോൾ അത് ബ്ലെസ്സിങ് ആയിരിക്കാം. കാരണം നമ്മളുടെ ഉള്ളിൽ അവരുടെ കോൺഷ്യസ്നെസ് ഉണ്ട്, നമ്മുടെ മക്കൾ ഈ എല്ലാ കോൺഷ്യസ്നെസ്സും എൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ താല്പര്യങ്ങളുണ്ടാവാം, അവരുടെ വേദനകളുണ്ടാവും, അവരുടെ ട്രോമാസൊക്കെ മേ ബി ഞാൻ ക്യാരി ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ എനിക്കൊരാഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് APJ അബ്ദുൽ കലാമിനെ. അതായത് പുതിയൊരു മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന. അതേപോലെ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത്. അത് വേറെ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദിസ് ഈസ് മൈ പാത്ത്. ഒടുവിൽ ചോദിച്ചോട്ടെ, കുറേ വരികൾ എഴുതിയ വ്യക്തിയാണ് താൻ. എഴുതിയ വരികളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ ഇലൻ്റെതായിരിക്കാം. ആണ്, കുറേ കൂടെ അത് കണക്റ്റഡ് ആണ്. ഞാൻ എനിക്ക് ഒരുപാട് എൻ്റെ കവിതകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അതൊക്കെ ഞാൻ ലൈഫിനെ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഓരോ സ്റ്റേജും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചിലപ്പോൾ ചതികൾ ഉണ്ടായിട്ടുണ്ട്, വേദനകൾ ഉണ്ടായിട്ടുണ്ട്, മുറിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരിക്കൽ സംഭവിച്ചല്ലോ, അവരങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് മുറിവ് തന്നിട്ടുണ്ട്, അതെന്നെ പാകപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, ഞാൻ മുറിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്ന സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ഞാൻ ലീഡ് ചെയ്ത്, അതായത് ലൈഫിനെ കുറച്ചും കൂടി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എനിക്ക് ജീവിതത്തിൽ അങ്ങനെ നോക്കിക്കാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എന്നെ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഓക്കെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തു, ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്നുള്ള തരത്തിലേക്ക് മാത്രമാണ് ഞാൻ കാണുന്നത്. ഈവൻ എനിക്ക് അബ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതല്ല കേട്ടോ. പക്ഷേ ഞാനത് വിട്ടു എന്നതാണോ, അത് കഴിഞ്ഞു, അതൊരു എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടി മേ ബി അതായിരിക്കും എനിക്കിപ്പോഴുള്ള സ്പാർക്ക്. മേ ബി അതിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവാം. ഒരു കുട്ടിയും വേദനിക്കരുത് എന്ന് പറഞ്ഞ സാധനം, ആ ഒരു ഇന്റൻഷൻ വന്നത് ആ പെയിനിൽ നിന്നായിരിക്കും. അയ്യോ നോ 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 അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ നമുക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഇറ്റ്സ് ഫോർ എ ബെറ്റർ ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. പിന്നെ എല്ലാം ഞാൻ എൻജോയ് ചെയ്യും. ഞാനിങ്ങനെ എനിക്ക് മനുഷ്യർ ഭയങ്കര ദാഹമാണ്, പുസ്തകങ്ങൾ ഭയങ്കര ദാഹമാണ്, കവിതകൾ ഭയങ്കര ദാഹമാണ്. അതൊക്കെ ഇങ്ങനെ ഞാൻ ചില സമയത്ത് വിചാരിക്കും ഇതിനെങ്ങനെയാണ് ഇങ്ങനെ എടുക്കാനൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം ഞാനിങ്ങനെ എഴുതിയിരുന്നിട്ട് വെറൈറ്റി മീഡിയ എന്ന് കാണുന്ന സമയത്ത് ഓക്കെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാനുണ്ട്. വേറൊരു എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയ അല്ല, വേറൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ഞാൻ ഇതേപോലെ കൊച്ചിയിലേക്കൊക്കെ വന്ന് മെനക്കെട്ട് ഭയങ്കര സ്ട്രഗിളായിരുന്നു ആ യാത്രയിൽ. കാരണം ട്രെയിൻ കിട്ടിയിട്ടില്ല, ജനറലിൽ വീണ്ടും പോയി. പക്ഷേ അത് കുറേ കാലമായിട്ട് ഇങ്ങനെ അത് റിലീസാവുന്നില്ല. അവരുടെ വേറെ കുറേ റിലീസാവുന്നുണ്ട്, എൻ്റെ അത് റിലീസാവുന്നില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താ എൻ്റെ ഇതില്ലാത്തത്. അപ്പോൾ പറഞ്ഞു വോയിസ് ബഗ് ഉണ്ട്, നിങ്ങളത് റെഡി ആയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലേക്കൊരു തോന്നൽ വന്നു, ഓക്കെ ബട്ട് ഇതിനെനിക്ക് ജസ്റ്റിസ് കിട്ടണമല്ലോ. ജസ്റ്റ് ഞാനൊരു പ്രയർ നടത്തി എനിക്കിതിനും വലുത് വേണം കേട്ടോ എന്നുള്ളത്. അന്നത്തെ ദിവസം വൈകുന്നേരമാണ് എനിക്ക് വെറൈറ്റി മീഡിയൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അത് ഐ ഡോണ്ട് നോ വാട്ട് മാജിക്. പക്ഷേ കടന്നുപോയ ഈവൻ എൻ്റെ ദൈവം പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെ ബെസ്റ്റ് വരാനുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എനിക്ക് അതിനൊക്കെ എൻ്റെ ലൈഫിലെല്ലാം എനിക്ക് ബെസ്റ്റാണ്. എനിക്ക് എല്ലാം എക്സ്പീരിയൻസാണ്. ഞാൻ ആ ടൈമിൽ പെയിൻ ആണെങ്കിലും അങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഉസ്ന, ഇപ്പോൾ നമ്മൾ മുറിപ്പെടുന്നുണ്ടെങ്കിൽ വേർപ്പെടുന്നുണ്ടെങ്കിൽ ഒരുമിക്കാതിരിക്കണം എന്നുള്ള സാധനം. പക്ഷെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന പ്രണയത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് കേൾക്കുന്ന വരികളാണ് നഷ്ടപ്പെടും എന്നോർത്ത് പ്രണയിക്കാതിരിക്കരുതെന്ന് പറയാറുണ്ട്. ശരിക്കും ഏതാ കുറേയും കൂടി ഹുസ്നയ്ക്ക് കുറേ കൂടി ഇതേതാ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രസമാണ്. അതൊരു അനുഭവമായിട്ട് കാണുന്ന സമയത്ത് ജീവിതത്തിന് ഓരോരോ തലങ്ങളായിരിക്കും. ചിലർ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടാവും, ചിലർ സക്സസ്ഫുള്ളിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരുണ്ടാവും, ചിലർ സമാധാനം മാത്രം മതി. ഒരു പ്രശ്നം ഓരോരോ മീനിങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫ്ലേവറും ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. ഇത് മീനിങ് മാറ്റല്ല കേട്ടോ. ഐ മീൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ വന്നു ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ദാറ്റ്. അതിൽ ചില സമയത്ത് സങ്കടമുള്ള നോവല് വായിച്ചിട്ട് അതിങ്ങനെ ഒരു രസം പോലെ ഇങ്ങനെ ആ ഒരു സാധനമില്ലേ, നമുക്കിങ്ങനെ ഈ ട്രാജഡി വായിക്കുക, ട്രാജഡി കാണുക, എന്നിട്ട് സങ്കടപ്പെടാന്നുള്ളത് അതെനിക്കിഷ്ടമാണ്. ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് കാണും, കരിയും. ഓക്കെ, ഇപ്പം എല്ലാം അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ ഇപ്പോൾ മറ്റൊരു മനുഷ്യരിലേക്ക് കൂടി എത്തിക്കുകയാണത് കുറേ നല്ല അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓറ കൊടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഈ യാത്ര തുടരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിട്ട് കിടക്കുന്നുണ്ട്. അതിൽ കുറേ അച്ഛനമ്മമാരുടെ മകളായിട്ടും കുറേ മക്കളുടെ അമ്മയായിട്ടൊക്കെ മാറാനുള്ള വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അതുകൂടിയും നേരത്തെ തുടക്കത്തിലേ പറഞ്ഞ പോലെ കുറേ കൂടി ക്രിയേറ്റീവായിട്ട് അതിൻ്റെ നിറങ്ങൾ ചാലിക്കാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.